ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 283 തുടങ്ങി 286 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് കടമിടപാടുകളെ സംബന്ധിച്ച നിയമങ്ങളായിരുന്നു. നമ്മൾ ഒരാളുമായിട്ട് പൈസയുടെ ഇടപാട് നടത്തുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അള്ളാഹു അവിടെ നമ്മൾ ഓർമ്മിപ്പിച്ചത്. നിങ്ങളൊരു നിശ്ചിത അവധി വെച്ചിട്ടാണ് ഒരു പൈസ വാങ്ങിക്കണത് അല്ലെങ്കിൽ കടം ഇടപാടുകൾ നടത്തണമെങ്കിൽ നിങ്ങളത് എഴുതി വെക്കണം. മൂന്നാമതൊരാൾ, എഴുതുന്ന ഒരാളെ കൊണ്ടായിരിക്കണം നിങ്ങളത് എഴുതിക്കേണ്ടത്. അതിൽ സാക്ഷികൾ, 2 പുരുഷന്മാർ സാക്ഷികളായിട്ടുണ്ടായിരിക്കണം. ഇനി 2 പുരുഷന്മാരെ കിട്ടിയില്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയും ആവാം എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. ഒരു തരത്തിലും അനീതി ചെയ്യപ്പെടരുത്. എഴുതണ ആളോ സാക്ഷി നിൽക്കണ ആളോ അനീതി കാണിക്കാൻ പാടില്ല. ഇനി ഈ കരാറ് വെച്ചു എന്നതിൻ്റെ പേരിൽ അവർ സാക്ഷി നിന്നു അല്ലെങ്കിൽ എഴുതി എന്നതിൻ്റെ പേരിൽ അവരും ദ്രോഹിക്കപ്പെടാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി ഒരു ഉറക്ക കച്ചവടമാണ് നടത്തണമെങ്കിൽ, നമ്മൾ പൈസ കൊടുത്ത് അപ്പം തന്നെ കച്ചവടം അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം എന്ന് നിർബന്ധമില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിലും പക്ഷെ എന്ത് വേണം, സാക്ഷികളെ നിർത്തണം എന്ന് പറഞ്ഞു. അള്ളാഹു ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്താണ്, ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ച് തരികയാണ്, ഞാൻ എല്ലാ കാര്യത്തിനെക്കുറിച്ചും അറിയുന്നുണ്ട് എന്ന് അള്ളാഹു അവിടെ നിന്ന് ഓർമ്മിപ്പിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ പേജിൽ വരുന്നത്. ഇനി നിങ്ങളൊരു യാത്രയിലാവുകയാണെന്നൊക്കെ, ഒരു യാത്ര പോവാണ്. മുമ്പ് എങ്ങനെയാണ്, അറബികളൊക്കെ അവർക്ക് യാത്ര സാധാരണമായിരുന്നു അല്ലേ, അവർ കച്ചവടം നടത്താനൊക്കെ. അപ്പം മാസങ്ങളോളാണ് ഈ യാത്ര പോവുക. അപ്പം യാത്രയുടെ ഇടയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കടമിടപാട് നടത്തേണ്ടതെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് എഴുതാനോ അല്ലെങ്കിൽ സാക്ഷി നിൽക്കാനോ ഒന്നും ആളുണ്ടാവില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആളുകളുണ്ട്, പക്ഷെ എന്താണ്, എഴുതാൻ അറിയണവർ ആരും ഉണ്ടായിരിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതാൻ അറിയണവരുണ്ടാവും, 2 പേരേ ഉണ്ടാവുള്ളൂ, സാക്ഷി നിൽക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ പല അവസ്ഥകളും ഉണ്ടാവാം അല്ലേ. ഇനി അങ്ങനെ നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം നിർബന്ധമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തു പണയമായി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഇടപാട് നടത്താം എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറയണത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ പണയം കൊടുത്ത സാധനം എന്താ, അയാളെ വിശ്വസിച്ചിട്ടാണ് അല്ലേ പണയം കൊടുക്കണത്. ആ സാധനത്തിനൊരു കേടുപാട് പറ്റാനോ ഒന്നും പാടില്ല. നിങ്ങളത് കൃത്യമായി അയാൾ പൈസ തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചേൽപ്പിക്കണം. എന്താണ്, നിങ്ങൾ ഒരു തരത്തിലും അയാളെ വഞ്ചിക്കാൻ പാടില്ല, ഒരു വിശ്വാസ വഞ്ചന കാണിക്കാൻ പാടില്ല എന്ന് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ സാക്ഷ്യത്തെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആയത്തൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم على سفر ولم تجدوا كاتبا فرهانا مقبوضة فإن أمن بعضكم بعضا فليؤدي الذي اؤتمن أمانته وليتق الله ربه ولا تكتموا الشهادة ومن يكتمها فإنه آثم قلبه വല്ലാഹു ബിമാ തഅമലൂന അലീം. അപ്പോൾ ഇവിടെ വഇൻ കുന്തും, നിങ്ങളായിരുന്നെങ്കിൽ, അലാ സഫറിൻ, സഫർ എന്ന് വെച്ചാൽ യാത്ര, നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ, വലം തജിദു, വജദ എന്ന് വെച്ചാൽ കണ്ടു എന്നാണ്. അപ്പം തജിദു നിങ്ങൾ കണ്ടു, ലം എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല എന്നാണ്. അപ്പം നിങ്ങൾ കണ്ടെത്തിയില്ല. വലം തജിദു നിങ്ങൾ കണ്ടെത്തിയുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല. കാത്തിബൻ ഒരു എഴുതുന്ന ആളെ, കത്തബ എന്ന് വെച്ചാൽ എഴുതിയെന്നാണ്. അപ്പോൾ എഴുതുന്ന ആളെ പറയണത് കാത്തിബ് എന്നാണ്. അപ്പോൾ ഒരു കാത്തിബിന് എഴുതുന്ന ആളെ നിങ്ങൾക്ക് കിട്ടിയുമില്ല. എന്നാൽ ഫരിഹാനുൻ എന്നാൽ നിങ്ങൾ പണയം നൽകുക. മഖ്ബൂല നിങ്ങളുടെ കൈവശം നൽകപ്പെടുന്ന, നിങ്ങൾ കൈവശം നൽകുന്ന എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾക്ക് പണയം നൽകാം. ഫഇൻ അമിന ഇനി വിശ്വസിച്ചെങ്കിൽ, നമ്മൾ ഈ ഒരു പണയം നൽകണം എങ്ങനെയാണ്, അയാളെ വിശ്വസിച്ചിട്ടാണ് അല്ലേ. ബഅ്ലുക്കും ബഅ്ല നിങ്ങളിൽ ചിലരെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു പണയം നൽകണത്. ഫല്യു അദ്ദി എന്നാൽ അവൻ നിർവഹിച്ചു കൊള്ളട്ടെ. അല്ലതി തുമിന അവൻ്റെ വിശ്വാസ്യത, ഒരാളെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം കൊടുക്കണം. അപ്പം അയാളുടെ വിശ്വസ്തത അയാൾ കാത്തു സൂക്ഷിക്കട്ടെ. അമാനത്തഹു തൻ്റെ വിശ്വസ്തത. അപ്പം വിശ്വാസം അർപ്പിക്കപ്പെട്ട ആളാരാണോ അയാൾ തൻ്റെ വിശ്വാസ്യതയെ അല്ലെങ്കിൽ വിശ്വസ്തതയെ അയാൾ കാത്തു സൂക്ഷിക്കട്ടെ എന്നാണ് അള്ളാഹു പറയണത്.
വല്യത്തഖില്ലാഹ റബ്ബ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇത്തഖ ആണ് വേർഡ് അല്ലേ, സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. വലാ തക്തുമു, നിങ്ങൾ ഒളിപ്പിച്ച് വെക്കരുത് ഷഹാദ, ഒരു സാക്ഷ്യവും അല്ലേ. നമ്മളൊരു പണയം വെച്ചു ഒരാളുകൾക്ക്, നമ്മളൊരു സാധനം പണയം കൊടുത്തിട്ട് ഇയാൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പറയരുത് എന്താണ് ഇയാൾ എനിക്ക് പണയമൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് പണയം കൊടുത്ത സാധനം ചിലപ്പോൾ കൊടുത്ത പൈസ എന്തെങ്കിലും മൂല്യമുള്ളതൊക്കെ ആവാം അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളെ സാക്ഷ്യത്തെ ഒളിപ്പിച്ച് വെക്കരുത്. അവിടെ സാക്ഷിയായിട്ട് ആരുണ്ട്? ഇവർ രണ്ടുപേരും അള്ളാഹു മാത്രമേ സാക്ഷിയായിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യത്തെ ഒരിക്കലും മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ഇനി യക്തുംഹ, ഇനി അതാരെങ്കിലും മറച്ചു വെച്ചാൽ ഫഇന്നഹു ആസിമുൻ ഖൽബു, അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. അതായത് അങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന ആൾ നിശ്ചയമായും ഒരു പാപിയാണെന്നാണ് അള്ളാഹു പറയണത്. വല്ലാഹു ബിമാ തഅമലൂന അലീം, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയുന്നവനാകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കണത്. അപ്പം നമ്മൾ പണയം വെക്കണ സാധനം ഒരു വളരെ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇന്നൊരു സാധനം കൊടുക്കണത് അയാളുടെ കയ്യിൽ. അപ്പോൾ ആ പണയ സാധനം നമ്മൾ വാങ്ങിച്ച പൈസേനേക്കാട്ടും മൂല്യം കൂടുതലുള്ളതാവാം. ഇപ്പം നമ്മളൊരു ഇടപാട് നടത്തുകയാണെന്ന് വെക്കാം. ഇനിയിപ്പോൾ യാത്രയിൽ തന്നെ ആവണമെന്നില്ല, നമ്മളല്ലാണ്ടും പണയം വെച്ചുകൊണ്ട് ഇടപാട് നടത്താം എന്നുള്ളതിന് ഒരു തെളിവ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ നബിയുടെ പടയങ്കി ഒരു യഹൂദൻ്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പണയം കൊടുത്തത്? വീട്ടുകാരുടെ ഭക്ഷണത്തിന് വേണ്ടി ധാന്യം കടമാനിച്ചതിൻ്റെ പേരിലായിരുന്നു ഈ പടയങ്കി പണയമായിട്ട് കൊടുത്തതെന്നാണ്. അപ്പം ഈ യാത്രയിലല്ലെങ്കിലും പണയം നൽകാൻ പറ്റും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളൊരു ഇടപാട് നടത്തി, അപ്പം നമ്മൾ പണയമായിട്ട് നമ്മളുടെ ഒരു വീട് നമ്മൾ കൊടുക്കുകയാണെന്നൊക്കെയാണ്. അപ്പം ഈ പണം വാങ്ങിയ ആൾ എന്ത് ചെയ്യണം? ഈ പണയം വാങ്ങിയ ആൾ ഈ വീടിൻ്റെ വാടകയ്ക്ക് കൊടുത്ത് അയാൾക്ക് ആ പൈസ എടുക്കാൻ പറ്റുമോ? അയാൾക്ക് ആ പണയം ഒരു വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ വാടക അയാൾക്ക് എടുക്കാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? അത് മുതലിൽ അയാൾ കുറയ്ക്കണം. അല്ലാണ്ട് ഇയാൾ പൈസ തിരിച്ചു വരുന്നവരെ ഇയാൾക്ക് ഈ വീട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നല്ല. പണയം കൊടുത്ത സാധനത്തിന് അയാൾ അതിൻ്റെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം. ഇത് നമ്മുടെ സാധനമല്ല, തിരിച്ച് ആ തന്ന പോലെ തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊരു ബാധ്യത നമുക്കുണ്ടെന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. ഇനി അയാൾ പൈസയും കൊണ്ട് വരുമ്പോൾ ഇനി പണയവസ്തു മടക്കി കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തന്ന സാധനം കേടാക്കിയിട്ട് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് എന്താണെന്ന് വെച്ചാൽ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു കാര്യത്തിനെ അത് ഒളിപ്പിച്ചു വെച്ചാലോ വെളിവാക്കിയാലോ എന്താണെങ്കിലും കുഴപ്പമില്ല, അള്ളാഹു ഇതിനൊക്കെ നിങ്ങളോട് വിചാരണ നടത്തും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇതൊക്കെ ചോദ്യം ചെയ്യും. നിങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലാത്തവർ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പം ആയത്ത് ഇങ്ങനെ നോക്കാം. ലില്ലാഹി, അള്ളാഹുവിനാണ്, മാന്ന് വെച്ചാൽ യാതൊന്ന്, ഫിസ്സമാവാത്തി, ആകാശങ്ങളിലുള്ളതെല്ലാം, വമാഫിൽ അർദി, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. വ ഇൻ തുബുദു, ബദാന്ന് വെച്ചാൽ വെളിവാക്കുക എന്നാണ്. എന്ന് വെച്ചെങ്കിൽ ഇൻ തുബുദു, നിങ്ങൾ വെളിവാക്കിയാൽ, മാഫി അംഫുസിക്കും, നഫ്സ് എന്താണ്? ആത്മാവ്, ഹൃദയം എന്നൊക്കെ പറയാം. അപ്പം നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ നിങ്ങൾ വെളിവാക്കിയാൽ, ഔ അല്ലെങ്കിൽ തുഹ്ഫൂഹു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഒളിപ്പിച്ചു വെച്ചാലും, യുഹാസിബുഹും, എന്താണ്? നിങ്ങൾ അതിനെപ്പറ്റി വിചാരണ ചെയ്യപ്പെടും. ബിഹി, അതിനെപ്പറ്റി, അള്ളാഹു. അപ്പം അതിനെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്യും. ഫയഗ്ഫിറു, എന്നിട്ട് യഗ്ഫിറു എന്ന് വെച്ചാൽ എന്താണ്? പുറത്തു നൽകും. ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. വയുഅദ്ദിബു, അദബ എന്താ? ശിക്ഷിക്കും. മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ആയത്ത് അവതരിച്ച സമയത്ത് സഹാബികൾക്ക് അത് സഹിക്കാൻ പറ്റാണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞു. നബിയെ, ഞങ്ങളുടെ കഴിവിൽപ്പെട്ട നമസ്കാരവും നോമ്പും സക്കാത്ത് സ്വതക്ക സമരം ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം അവതരിച്ച ഈ ആയത്ത് മനസ്സിലുള്ള വിചാരങ്ങൾ അല്ലേ, നമ്മൾ മനസ്സിൽ എന്ത് ഒളിപ്പിച്ചാലും അള്ളാഹു അറിയും എന്നാണ് പറഞ്ഞത്. അതിനൊക്കെ അള്ളാഹു വിചാരണ ചെയ്യുമെന്നും പറഞ്ഞല്ലേ. അപ്പം അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര പേടി. മനസ്സിലെ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എന്നാണ് അവർ വന്ന് പറയണത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു,
മുമ്പ് വേദക്കാർ ചെയ്തതുപോലെ നിങ്ങളും പറയുകയാണ്, ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ എതിര് പ്രവർത്തിക്കുന്നു എന്നാണോ നിങ്ങൾ പറയണത്? നിങ്ങൾ എന്താ പറയേണ്ടത്? ഞങ്ങൾ കേട്ടു അനുസരിക്കുകയും ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ ഈ വചനം പാരായണം ചെയ്ത് പരിചയമായപ്പോൾ അവരുടെ മനപ്രയാസമൊക്കെ മാറി. അവർക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ ഈ ആയത്ത് പാരായണം ചെയ്ത് അവർക്ക് മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടി. അപ്പം അള്ളാഹു അടുത്ത ആയത്ത് അവതരിപ്പിക്കണം, ആയത്തുൽ കുർസി. അതിലെന്താണ് അള്ളാഹു പറയുന്നത്? നമ്മൾ മുമ്പ് പഠിച്ചല്ലേ അത്. ആയത്തുൽ കുർസിയിൽ പറയുന്നതാണ്, ഒരു ആൾക്ക് കഴിവിൽ പെട്ടതല്ലാതെ അള്ളാഹു ചെയ്യാൻ പറയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് ഭയങ്കര ആശ്വാസമാണ് ആ ആയത്ത് അവതരിച്ച സമയത്ത് ഉണ്ടായത്. അപ്പോൾ പണ്ഡിതന്മാർ പറയണത് ഈ ആയത്തുൽ കുർസി അവതരിച്ചതോടുകൂടി ഈ തൊട്ട് മുമ്പത്തെ ഈ ആയത്തുണ്ടല്ലോ, നിങ്ങൾ വിചാരണ ചെയ്യും, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വിചാരണ ചെയ്യും എന്ന് പറഞ്ഞ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു. അതായത് അതിനെ അള്ളാഹു ഒഴിവാക്കിയ നിയമം, അതിന് പകരമാണ് മറ്റേ ആയത്ത് അവതരിപ്പിച്ചത് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയണത്. അപ്പോൾ ഇവർക്ക് നമ്മൾ എന്താണ്, മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകണ എല്ലാ വിചാരങ്ങളും തോന്നലുകളൊക്കെ എന്താണ്, അതൊക്കെ അള്ളാഹു ശിക്ഷിക്കൂലെന്ന്, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അള്ളാഹു ശിക്ഷിക്കൂല എന്നാണ് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറച്ച് ഹദീസുകളുണ്ട്. എന്താണ്, നിശ്ചയമായും എൻ്റെ സമുദായത്തിന് അവരുടെ മനസ്സുകൾ വർത്തമാനം പറയുന്നത്, അതായത് മനസ്സിൽ തോന്നണ കാര്യം അതവർ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത പക്ഷം അള്ളാഹു വിട്ടുകൊടുക്കും. നമ്മൾക്ക് മനസ്സിലൊരു കാര്യം തോന്നിയോണ്ട് അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂലെന്ന്. നമ്മൾ ആ കാര്യം പറയാൻ പാടില്ല, വർത്തമാനത്തിൽ പറയാനും പാടില്ല, അത് പ്രവർത്തിക്കാനും പാടില്ല. ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും എന്ന് നമുക്ക് ചിലപ്പോൾ എല്ലാവരും ദേഷ്യമൊക്കെ വരുമ്പോൾ പലരോടും തോന്നും അല്ലേ. പക്ഷെ അപ്പോൾ നമ്മളിങ്ങനെ ഒരാളോട് പറയാണ് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അത് അങ്ങനെ പ്രവർത്തിക്കുമോ, അത് രണ്ടും ചെയ്യാത്തിടത്തോളം അള്ളാഹു നമുക്ക് ആ മനസ്സിൽ തോന്നി എന്നതുകൊണ്ട് അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല എന്നാണ് പറയണത്. മറ്റൊരു ഹദീസിൽ പറയണത്, ഒരാളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഞാനിപ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ എന്നിട്ട് അത് ഞാൻ ചെയ്തില്ല, എനിക്കെന്തോ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും അള്ളാഹു ഒരു പൂർണ്ണമായ നന്മയായിട്ട് അത് രേഖപ്പെടുത്തും, ഒരു നന്മയായിട്ട് അത് രേഖപ്പെടുത്തും നമ്മുടെ അക്കൗണ്ടിൽ. ഇനി നമ്മൾ ആ നന്മ ഉദ്ദേശിച്ചത് ചെയ്തെങ്കിൽ എന്ത് കിട്ടും? അള്ളാഹു 10 മുതൽ 700 ഇരട്ടി വരെ, നമ്മൾ മുമ്പ് സ്വതക്കയുടെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ, ഒരു നന്മയ്ക്ക് അള്ളാഹു 700 ഇരട്ടി വരെ പ്രതിഫലം നൽകും ചെയ്യാണ്ട് നമ്മളൊരു നന്മ ചെയ്യാതെ മനസ്സിൽ വിചാരിച്ച അള്ളാഹു അവിടെ നമുക്കൊരു പ്രതിഫലം തരികയാണ്. ഇനി അത് ചെയ്താൽ 10 തുടങ്ങി 700 വരെ ഇരട്ടിയായിട്ട് അള്ളാഹു നമുക്ക് തരും, നമ്മുടെ അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തും. ഇനി ഒരാളൊരു തിന്മ ഉദ്ദേശിച്ചു എന്നിട്ട് അയാൾ അത് ചെയ്തില്ല, പക്ഷെ ആ ഉദ്ദേശിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ശിക്ഷിക്കൂല. ഇനി ആ തിന്മ ഉദ്ദേശിച്ച് അയാൾ ചെയ്താലോ, ഒരു തെറ്റ് വിചാരിക്കുകയും ചെയ്തു അത് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു അവിടെ ഒരു തിന്മയായിട്ടാണ് രേഖപ്പെടുത്തുള്ളൂ. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച അപ്പം നമുക്കൊരു പോയിന്റ് അവിടെ കിട്ടി. ഇനി ആ നന്മ നമ്മൾ ചെയ്താൽ അത് 10 തുടങ്ങി 700 ഇരട്ടി വരെ നമുക്ക് പ്രതിഫലം അള്ളാഹു തരികയാണ്. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവിടെ ഒന്നും രേഖപ്പെടുത്തൂല, വെറുതെ ഉദ്ദേശിച്ചുള്ളൂ. അയാൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹു ആ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് അള്ളാഹു ഒരിക്കലും നമ്മളെ ശിക്ഷിക്കൂല. ഇനിയിപ്പോൾ അത് ചെയ്താലോ, നേരത്തെ ഒരു നന്മയ്ക്ക് 10 തുടങ്ങി 700 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു തിന്മ ചെയ്ത അള്ളാഹു ഒരു തിന്മയായിട്ടാണ് അതിനെ രേഖപ്പെടുത്തുള്ളൂ എന്നാണ് പറയണത്. അപ്പം ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചു എന്നതുകൊണ്ട് അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല എന്നാണ്. പിന്നെ ഒരു സംഭവം പറയണത്, ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളിൽ ഒരാൾക്ക് അവൻ്റെ മനസ്സിൽ ചില പൊട്ട കാര്യങ്ങൾ, ദുർബോധനങ്ങൾ അനുഭവപ്പെട്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ തോന്നി, പക്ഷേ അയാൾക്കത് തുറന്ന് പറയാൻ പോലും ഉള്ള ഇഷ്ടമില്ല വെച്ചാൽ അയാൾക്കത് പേടി. അങ്ങനെ ഒരു സംഭവം അയാൾക്ക് തോന്നിയെങ്കിലും അയാൾക്കത് തുറന്ന് പറയണത് തന്നെ ഭയങ്കര തെറ്റായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ എന്ന് അയാളോട് ചോദിച്ചു. നിങ്ങൾക്കൊരു കാര്യം തോന്നിയിട്ട് അത് നിങ്ങൾക്ക് തുറന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഒരു സ്പഷ്ടമായ വിശ്വാസമാകുന്നു എന്ന്. ഒരു വിശ്വാസിക്കല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അയാൾക്ക് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഒരു തിന്മ അയാളുടെ മനസ്സിൽ തോന്നിയിട്ട് അയാൾക്കത് തുറന്ന് പറയാൻ വരെ ബുദ്ധിമുട്ടുണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നിയാലും അത് മറ്റുള്ളവരോട് തുറന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത മടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ വിശ്വാസദാർഢ്യമാണ് അത് സൂചിപ്പിക്കുന്നതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തിന്മ തോന്നിയാലും അള്ളാഹു അതിന് നമ്മളെ ശിക്ഷിക്കൂല. നമ്മളത് ഒരാളോട് പറയാതിരിക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്ത 2 ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ആമന റസൂലുമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു ഓഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മളുടെ സൂറത്തുൽ ബഖറ ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പോൾ ഇതിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ. നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ച സമയം അല്ലേ, നമുക്ക് പരലോകത്ത് അള്ളാഹു ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാക്കി തരട്ടെ. ആമീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത സൂറത്ത് ആലു ഇമ്രാനാണ്. നമുക്കതിന് മുമ്പായിട്ട് നമ്മൾ സൂറത്തുൽ ബഖറയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അടുത്തൊരു ഓഡിയോ ഇൻഷാ അല്ലാ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒറ്റ ഓഡിയോയിൽ നമ്മൾ ഈ ഇതുവരെ ബക്കറയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് മാത്രം ഏറ്റവും ഷോർട്ടായിട്ട് നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ സൂറത്തു ആലു ഇമ്രാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.